സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ കേസ്. കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ചതുവഴി ഷാൻ റഹ്മാൻ 38 ലക്ഷം രൂപ കബളിപ്പിച്ചുവെന്നാണ് കേസ്. എറണാകുളം സൗത്ത് പോലീസാണ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, കൊച്ചിയിൽ സംഗീത നിശ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണം ലക്ഷങ്ങൾ കബളിപ്പിച്ചുവെന്ന പരാതിയുമായി ഷോ ഡയറക്ടർ രംഗത്തെത്തുന്നു. ഈ ഷാൻ റഹ്മാന് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? ജനുവരി 23-ാം തീയതിയായിരുന്നു തേവരയിലുള്ള SH കോളേജിൽ ഉയരെ എന്ന പേരിൽ ഒരു മ്യൂസിക്കൽ ഷോ ഷാൻ റഹ്മാൻ സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ ഷോയുടെ ഡയറക്ടറായിട്ടുള്ള നിജുവിനായിരുന്നു ഇതിന്റെ ചുമതല. ഈ ബുക്കിംഗ് മുതൽ, അതായത് ഇതിന്റെ ഓൺലൈൻ ബുക്കിംഗ് മുതൽ ഇവർക്ക് ഹോട്ടൽ അക്കോമഡേഷൻ, ഇവരുടെ ഫുഡ്, ഇതെല്ലാം തന്നെ നിജു ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഇതിൽ നിജുവിന് 38 ലക്ഷം രൂപയാണ് ഇതിൽ നിന്നും നിജുവിന്റെ കയ്യിൽ നിന്നും ചിലവായത്. ഇത് ഷോയുടെ അവസാനം ഇത് തിരികെ നൽകാമെന്ന് ഷാൻ റഹ്മാൻ ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെയായിരുന്നു അവർക്കിടയിലുള്ള കരാർ. പക്ഷേ ഈ പരിപാടി കഴിഞ്ഞിട്ടും ഈ 38 ലക്ഷം രൂപ, നിജുവിന്റെ കയ്യിൽ നിന്നായ 38 ലക്ഷം രൂപ ഷാൻ റഹ്മാനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നാണ് നിജു പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഷാൻ റഹ്മാൻ ഈ ഭീഷണിപ്പെടുത്തിയതിന്റെ ഓഡിയോ സന്ദേശം അടക്കം നൽകിക്കൊണ്ടാണ് എറണാകുളം സൗത്ത് പോലീസിന് നിജു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷാൻ റഹ്മാനെതിരെയും ഷാൻ റഹ്മാന്റെ ഭാര്യയ്ക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഷാൻ റഹ്മാന്റെ ഭാര്യയ്ക്കും ഈ ഷോയുമായി ബന്ധപ്പെട്ട പങ്കുണ്ടെന്നാണ് നിജു പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ സൗത്ത് പോലീസ് കേസെടുത്തത്. എന്തായാലും ഷാൻ റഹ്മാൻ ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലടക്കം അല്ലെങ്കിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഹാജരാകണമെന്ന് ഷാൻ റഹ്മാനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 31-ാം തീയതിക്കുള്ളിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഷാൻ റഹ്മാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് ഇനിയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്താതെ മറ്റൊരു കേസ് കൂടി ഉണ്ടല്ലോ. നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയെന്ന ഒരു പരാതിയിന്മേലും കേസെടുത്തിട്ടുണ്ടല്ലോ. അതെട്ടോ, ആ പരിപാടിയിൽ തന്നെയാണ്, അതായത് 23-ാം തീയതി ജനുവരി 23-ാം തീയതി ഈ കോളേജിൽ നടന്ന ഉയരെ പരിപാടിയിൽ തന്നെയാണ് അവിടെ ഡ്രോൺ ഇപ്പോൾ